ബിൽഡപ്പ് ഉള്ള പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ബിൽഡപ്പ് മാത്രം വെച്ച് ഒരു പടം ഇറക്കാൻ പറ്റുമോ? പറ്റില്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് തെറ്റി. അങ്ങനെ ബിൽഡപ്പ് മാത്രം വെച്ച് ഒരു പടമെടുത്ത് അപരാധമാക്കിയ ഒരു പടമാണ് ഈഗിൾ അല്ലെങ്കിൽ വെടിവഴിപാട്. പടം തുടങ്ങുമ്പോൾ തന്നെ ജേർണലിസ്റ്റ് അനുപമയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങും ഹീറോയെ കുറിച്ചുള്ള ബിൽഡപ്പ്. പിന്നെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവിടത്തെ അമ്മൂമ്മയുടെ വക മറ്റൊരു ബിൽഡപ്പ്. ഞങ്ങളുടെ തലക്കോണ കാട്ടുപരുത്തിയാണ്. നല്ല കാലാവസ്ഥയിൽ ഭൂമി നമുക്ക് തരുന്ന സമ്മാനമാണ് ഈ പരുത്തി മോളെ. അനുപമയാണെങ്കിൽ ആ തള്ളും കേട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇതിനെ പറ്റി കൊടുക്കും. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ലൈക്ക് പത്ര ഓഫീസ് പൂട്ടും, ഇവളുടെ പണി പോകും. വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ തള്ളും കേട്ട് പോയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. പക്ഷെ ഇതൊന്നും കൊണ്ട് ഞാൻ തളരില്ല എന്ന് കൊണയടിച്ച് അനുപമ കോട്ടൺ ഫാക്ടറി അന്വേഷിച്ച് ബസ് കയറി പോകും. ആകപ്പാടെ ഒരു കരിഞ്ഞ പ്രദേശമാണ് കാണാൻ പറ്റിയത്. അവിടെ എത്തിയപ്പോൾ ഒരു അപ്പൂപ്പൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് കണ്ട അനുപമ ഹീറോയെ പറ്റി അന്വേഷിക്കും. അല്ല, ഇതെന്താണ് അവിടത്തെ പ്രതിഷ്ഠയോ? അങ്ങനെയാണെങ്കിൽ ഇയാൾ അവിടത്തെ പൂജാരിയായി. അങ്ങനെ തിരിച്ചു പോകാൻ നിന്ന ഈ അമ്പലത്തിലെ പൂജാരി ഒരു തള്ള് അങ്ങോട്ട് തള്ളും. മൃഗങ്ങളെ വേട്ടയാടാനായി ഈശ്വരൻ ഇറങ്ങി വന്നിരുന്നു. ആ ഈശ്വരൻ എഴുന്നേറ്റ് വന്നായിരുന്നു. ഇതൊക്കെ കേട്ടല്ലേ അനുപമ അവിടെയും തള്ളു കേട്ട് വെറുത്തിട്ടാണ് കാശും കൊടുത്ത് ബസ് കയറി ഇവിടെ വന്നത്. അപ്പോഴാണ് ഇയാളുടെ വക വേറൊരു തള്ളു. അങ്ങനെ ഈ അമ്പലത്തിലെ പൂജാരിയുടെ വക തള്ളും കേട്ടിട്ട് ഇവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ പോലീസുകാരന്റെ വക വേറൊരു തള്ളു, പിന്നെ MLA വക വേറൊരു തള്ളു. പക്ഷെ ഇയാൾ വ്യത്യസ്തനായതുകൊണ്ട് എക്സ്പ്രഷൻ ഇട്ട് തള്ളും. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? പിന്നെ കുറെ നേരം ബിൽഡപ്പ് നടത്തിയാൽ കുളമാകും എന്നറിയാവുന്നത് കൊണ്ട് ആദ്യത്തെ ഫ്ലാഷ് ബാക്ക് അങ്ങോട്ട് തുടങ്ങും. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. ഇവിടെയാണ് വെടിവഴിപാട് നടക്കുക. അപ്പോഴതാ വരുന്നു ഹീറോ രവിയേട്ടൻ. ഭയങ്കരമായ ആള്. സംഭവം ഇത്രയേ ഉള്ളൂ. രവിയേട്ടൻ താമസിക്കുന്ന വീടിന്റെ അടിയിൽ ബോക്സൈറ്റ് ഉണ്ട്. അത് അവർക്ക് എടുക്കണം. അതിന് അയാളെ ഒഴിപ്പിക്കണം. അങ്ങനെ ബിൽഡപ്പ് എല്ലാം കേട്ട് വെറുത്ത നായിക ഫ്ലാഷ് ബാക്ക് കേട്ട് ആശ്വസിച്ച് ഒരു റോ ഏജന്റിനെ പോയി കാണും. അയാളുടെ വക ഒരു ബിൽഡപ്പ് ആൻഡ് ഒരു ഫ്ലാഷ് ബാക്ക്. സംഭവം ഇത്രയേ ഉള്ളൂ. പണ്ടൊരു ഡ്രഗ് ഡീലർ ലണ്ടനിൽ ഉണ്ടായിരുന്നു. അയാളെ രവിയേട്ടൻ ഒറ്റ വെടിക്ക് കൊന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മുടെ ഹീറോ വീട്ടിലിരുന്ന് തൂവൽ പറത്തി കളിക്കുന്നു. പിന്നെ ഇവൾ ഒരു സ്കൂൾ ടീച്ചറിനെ കാണാൻ പോകും. അവരുടെ വക ഒരു ബിൽഡപ്പ്. പിന്നെ റോഡിലിരുന്ന് പബ്ജി കളിക്കുന്ന ഒരു ചെറിയ പയ്യന്റെ അടുത്ത് പോകും. അവന്റെ വക ഒരു ബിൽഡപ്പ്. അവസാനം ഏജന്റ് എക്സിനെ കാണാൻ പോകും. പക്ഷെ ഏജന്റ് എക്സ് പറയും, വെടി വഴിപാടൊക്കെ ആണല്ലോ. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകൻ വെടിവെച്ച് കളിക്കും. അങ്ങനെ വെടിവഴിപാടും തൃശൂർ പൂരവും ഒക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് അനുപമ ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ തുടങ്ങുന്നു വേറൊരു ഫ്ലാഷ് ബാക്ക്. പക്ഷേ ഇവിടെ ബിൽഡപ്പ് ഇല്ല, ലവ് സ്റ്റോറിയാണ്. ഈ ഫ്ലാഷ് ബാക്ക് എന്താന്ന് വെച്ചാൽ അവിടെ വെടിവെപ്പിനിടെ ഒരു പെൺകുട്ടിയെ കണ്ട് ക്രഷ് അടിച്ച രവിയേട്ടൻ ഈ പെൺകുട്ടിയെ പിന്തുടരും. പിന്നെ പ്രേമം, കല്യാണം, ഡാൻസ്, പാട്ട് ഇതെല്ലാം കഴിഞ്ഞ് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ലെവൽ മരിക്കും. സ്വാഭാവികം. പിന്നെ ലെവൽ മരിക്കുന്നത് കൊണ്ട് ക്ലൈമാക്സിൽ രവിയേട്ടൻ നിർത്തിവെച്ച വെടിവഴിപാട് അങ്ങോട്ട് നടത്തും. പക്ഷേ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു വണ്ടിയുടെ ടയറിൽ തോക്കൊക്കെ സെറ്റ് ചെയ്ത് വെടിവഴിപാട് അങ്ങോട്ട് നടത്തും. തനിക്ക് ഒറ്റയ്ക്ക് വെടിവഴിപാട് നടത്തേണ്ട എന്ന് പറഞ്ഞ് നായകൻ അവിടുത്തെ പ്രതിമയുടെ കയ്യിൽ തോക്കൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാത്തിനെയും വെടിവെച്ചിടും. എന്നിട്ട് ഒരു പടത്തിൽ ഒരുപാട് ബിൽഡപ്പ് വേണ്ട എന്ന് പറഞ്ഞ് പടത്തിലെ എഴുത്തുകാരൻ ബാക്കി ബിൽഡപ്പ് എടുത്ത് അടുത്ത പടത്തിലേക്ക് തട്ടും. അതാണ് ഈഗിൾ പാർട്ട് 2. എന്റെ പൊന്നോ വേണ്ട. രവി തേജയുടെ വെടിവഴിപാടും കോപ്രായവും ബിൽഡപ്പും തള്ളും മാത്രമാണ് ഈ ഒരു പടം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നോ ആവോ. പറഞ്ഞിട്ട് കാര്യമില്ല. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്നാണല്ലോ.